ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ISROയുടെ സുപ്രധാന ദൗത്യമായ സ്പൈഡക്സിന്റെ വിക്ഷേപണം ഇന്ന്. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തി ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു തുടങ്ങിയെന്ന് ISRO അറിയിച്ചു. ജനുവരി 7-ന് ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളും കൂടിച്ചേരും. 3, 2, 1, 0. Lift off normal. Plus 5 seconds. That's a marvelous lift off of PSLV C-60 SpaceX mission on the go. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളാണ് പ്രധാന പേലോഡുകൾ. കൂടാതെ 24 പരീക്ഷണോപകരണങ്ങൾ കൂടി ദൗത്യത്തിലുണ്ട്. റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുക. തുടക്കത്തിൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ 20 കിലോമീറ്ററോളം അകലമാണ് ഉണ്ടാകുക. ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായി അവ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടുവന്ന ശേഷം രണ്ടും കൂട്ടിയോജിപ്പിക്കും. ഊർജവും വിവരങ്ങളും പങ്കുവെച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം അവയെ വേർപെടുത്തുകയും ചെയ്യും. Over the period of time, for the days, it will pick up further distance, travel to almost a 20 kilometer distance away, and then the rendezvous and docking process will start. And we hope that the docking process can happen in another 1 week. So congratulations to the entire team of the PSLV project who put the satellite in the right orbit. ആദ്യമായാണ് ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷിക്കുന്നത്. അതിനാലാണ് സ്പേഡക്സ് ദൗത്യം നിർണായകമാകുന്നത്. നിലവിൽ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പാക്കിയിട്ടുള്ളത്. പലതവണ വിക്ഷേപിച്ച വ്യത്യസ്ത ഘടകഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ചത് ഈ സാങ്കേതിക വിദ്യയിലൂടെയാണ്. ചാന്ദ്ര പര്യവേഷണമായ ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്തുവാനാകും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയവും ഇതുപോലെ വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാകും നിർമ്മിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.